ലക്ഷ്മണനും അർജുനനും. അതായത് മഹാഭാരതവും രാമായണവും രണ്ടുമായി. രണ്ടാളും അത്ഭുത വിക്രമരും അതുല്യ പരാക്രമികളുമാണെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, അഗണ്യ ഗുണങ്ങളുടെ സങ്കേതങ്ങളുമായ രണ്ട് ക്ഷത്രിയ രാജകുമാരന്മാരാണ് ലക്ഷ്മണൻ ത്രേതായുഗത്തിലും അർജുനൻ ദ്വാപരയുഗത്തിലും. ത്യാഗോജ്വലമായ ജീവിതം നയിച്ചുകൊണ്ടാണ് രാമായണ മഹാഭാരത ഇതിഹാസങ്ങളിലൂടെ ജാജ്വല്യമാനമായ തേജോഗോളങ്ങളായി പ്രശോഭിക്കുന്ന രണ്ടുപേരെന്നാണ് പറയുന്നത്. ശ്രീരാമാവതാര ദൗത്യ നിർവഹണത്തിന് ആദിശേഷൻ ഭഗവാന്റെ കൂടപ്പിറപ്പായി സുമിത്രാപുത്രനായി ലക്ഷ്മണൻ എന്ന പേര് ജന്മമെടുത്തു നമുക്കറിയാതെ. അതുപോലെ ശ്രീകൃഷ്ണാവതാര ദൗത്യ നിർവഹണത്തിന് സഹായകമായി ഇന്ദ്രപുത്രനായ അർജുനൻ കുന്തിദേവിയിൽ ജന്മമെടുത്തു. ശ്രീകൃഷ്ണ ഭഗവാന്റെ അച്ഛൻ പെങ്ങളായ കുന്തിദേവിയുടെ പുത്രനായി മധ്യമ പാണ്ഡവനായി ജനിച്ച പാർത്ഥൻ ഭഗവാന്റെ സഹോദരി ഭർത്താവും പ്രിയ സുഹൃത്തുമായി ജീവിച്ചു. അളിയനുമായി അച്യുനനുമായി പ്രിയപ്പെട്ട കൂട്ടുകാരനുമായി ഭഗവാൻ അർജുനൻ. മനുഷ്യ സമുദായത്തിന് ഉത്തമമായ സഹോദര സ്നേഹത്തിന്റെ മാതൃക എന്തെന്ന് കാണിച്ചു കൊടുത്ത ലക്ഷ്മണ രാജകുമാരൻ, ധർമ്മമൂർത്തിയായ ശ്രീരാമചന്ദ്രന്റെ സന്തത സഹചാരിയായ സഹോദരൻ മാത്രമല്ല, ത്യാഗത്തിന്റെ മകുട ഉദാഹരണവുമായിരുന്നു ലക്ഷ്മണകുമാരൻ. നമുക്കറിയാം, ആ കാട്ടിൽ പോകുന്ന സമയത്ത് പോയിട്ടാകുമ്പോ ഇങ്ങനെ ഉറക്കം, നിദ്രാദേവി അടുത്ത് വരുമ്പം പറഞ്ഞു പോലും എൻ്റെ അടുത്ത് വന്നൂടാ, എന്നെ വിചാരിച്ച് ഉറക്കം വിളച്ച് നിൽക്കുന്ന ഒരുത്തിയുണ്ട് അയോധ്യയില്, അവിടെ പോയിട്ട് അവളെ ഉറക്കണം, അവൾക്ക് എൻ്റെ ഓർമ്മ പോലും ഇല്ലാതിരിക്കണം ഞാൻ തിരിച്ചു പോകുന്നത് വരെ. എന്തൊരു ത്യാഗോജ്വലമായ ജീവിതമാണ് അതൊക്കെ ഏട്ടന് വേണ്ടിയിട്ട്. രാവണനെ ശ്രീരാമചന്ദ്രൻ വധിച്ചതിലുപരിയായ അത്ഭുതം ഇന്ദ്രജിത്തിനെ ലക്ഷ്മണൻ വധിച്ചതാണെന്ന് പറയുമ്പോൾ ആദിശേഷന്റെ ലക്ഷ്മണാവതാര മഹത്വമാണ് വെളിവാകുന്നത്. അതാണ് പറയുന്നത്, ലക്ഷ്മണൻ ആ ഇന്ദ്രജിത്തിനെ വധിച്ച സമയത്തുള്ള ഒരു ഹർഷാരവും ആകാശത്തിൽ തുന്തുഭി മുഴക്കവും ഒക്കെ അത്രയും രാവണനേക്കാളും ഗംഭീരനായിരുന്നു അത്രേ ഇന്ദ്രജിത്ത്. ആ ഇന്ദ്രജിത്തിനെ വധിച്ചത് വലിയൊരു കാര്യമായിട്ടാണ് പിന്നെ രാമായണത്തിന് പറയുക. ശ്രീരാമചന്ദ്രനെ രാവണൻ നിഗ്രഹിക്കുക എന്ന അത്ര വിഷമമേറിയ കാര്യമൊന്നും അല്ല തന്നെ. എന്നാൽ എത്രയും വിഷമം പിടിച്ച മറ്റുള്ളവർക്ക് അസാധ്യമായ ഇന്ദ്രജിത്തിന്റെ വധം ലക്ഷ്മണൻ നിർവഹിച്ചു എന്നതാണ് അത്ഭുതം. ത്യാഗമൂർത്തിയാണ് ലക്ഷ്മണൻ. ആ ലക്ഷ്മണകുമാരൻ 14 സംവത്സരം വ്രതശുദ്ധിയോടെ ജീവിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ദ്രജിത്തിനെ വധിക്കാൻ സാധിക്കുമായിരുന്നില്ല. 14 വർഷം ഊണും ഉറക്കവുമില്ലാത്ത ഒരാൾക്ക് വധിക്കാൻ പറ്റുള്ളൂ എന്നൊരു വരം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇന്ദ്രജിത്ത്. ലക്ഷ്മണന് 14 വർഷം ജ്യേഷ്ഠന്റെ കൂടെ കാട്ടിൽ പോയതിനു ശേഷം ഊണും ഉറക്കവും രണ്ടും ഉണ്ടായിരുന്നില്ല. ആചാര്യന്മാർക്ക് സ്വാനുഭവത്തിൽ ബോധ്യം വന്നിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങളെ ഇടയ്ക്കിടെ ഉൾക്കൊള്ളിച്ചത് കൊണ്ടാണല്ലോ ചരിത്ര സംഭവങ്ങളായ രാമായണത്തെയും മഹാഭാരതത്തെ നാം ഇതിഹാസം എന്ന് വിളിക്കുന്നത്. ധാർമ്മിക മൂല്യങ്ങളോടൊപ്പം തത്വശാസ്ത്രപരമായ അറിവുകള് ആകാവുന്നത്ര ഉൾക്കൊള്ളിക്കാൻ വാൽമീകിയും അതുപോലെ വ്യാസാചാര്യൻ പരിശ്രമിച്ചിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാമായണത്തിലെ ലക്ഷ്മണോപദേശം, താരോപദേശം, ഹനുമാന്റെ ഹിതോപദേശം എന്നിവയും മഹാഭാരതത്തിന്റെ ഭഗവത്ഗീതയും. ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണ രാജകുമാരനെ മുൻനിർത്തി ലോക ജനതയോട് സംസാരിക്കുന്നത് തന്നെയാണ് ലക്ഷ്മണോപദേശം. അർജുനൻ എന്ന മധ്യമ പാണ്ഡവനെ മുൻനിർത്തിക്കൊണ്ട് സുഹൃത്തും തേരാളിയുമായ ശ്രീകൃഷ്ണ ഭഗവാൻ ലോക ജനതയോട് വിളിച്ചു പറയുന്നതാണ് നാം ഭഗവത്ഗീത എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടിയാണ്, അർജുനന് വേണ്ടിയിട്ടല്ല ഈ ഗീതോപദേശം ഉണ്ടായതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ലക്ഷ്മണോപദേശവും ലക്ഷ്മണന് വേണ്ടിയിട്ടല്ല, നമ്മളെ ഉദ്ദേശിച്ചിട്ടാണ് ശ്രീരാമചന്ദ്രൻ അങ്ങനെ പറഞ്ഞത്. രാമായണ യുദ്ധത്തിൽ അനേകം രാക്ഷസന്മാരെ നിഗ്രഹിച്ച ലക്ഷ്മണ രാജകുമാരനും മഹാഭാരതത്തിൽ നിരവധി രാക്ഷസരെ നിഗ്രഹിച്ച അർജുന രാജകുമാരനും ദുഷ്ടനിഗ്രഹം ശിഷ്ടപരിപാലനം എന്ന അവതാര ദൗത്യ നിർവഹണത്തിൽ സഹായിക്കുകയായിരുന്നു. ലക്ഷ്മണന്റെ മുൻജന്മം ആദിശേഷന്റേതായിരുന്നുവെങ്കിൽ അർജുനന്റെ പൂർവജന്മം നരനാരായണ ഋഷിമാരിൽ നരഋഷിയുടേതായിരുന്നു. നമുക്കറിയാം, നാരായണനായിട്ട് ഭഗവാനും നരനായിട്ട് അർജുനനും അല്ലേ ആ അവതാരത്തിലുണ്ടായത്.
മുജ്ജന്മത്തിലും സന്തത സഹചാരികളായിരുന്നു കൃഷ്ണാർജുനന്മാർ. ഭഗവത്ഗീത ഇല്ലാത്ത മഹാഭാരതമാകാത്തതുപോലെ ലക്ഷ്മണോപദേശമില്ലാത്ത രാമായണവുമാകുന്നില്ല. ലക്ഷ്മണൻ രാമായണത്തെയും അർജുനൻ മഹാഭാരതത്തെയും സമ്പുഷ്ടമാക്കിയെന്ന് വേണം പറയാൻ. അർജുനനില്ലാത്ത മഹാഭാരതവും ലക്ഷ്മണനില്ലാത്ത രാമായണവും അപൂർണം തന്നെ. പൂർണ്ണത കിട്ടണമെങ്കിൽ ഈ രണ്ടുപദേശവും വേണമെന്ന് പറയുന്നത്. ശ്രീരാമാവതാരവും ശ്രീകൃഷ്ണാവതാരവും മാനവരാശിയിൽ പ്രത്യേകിച്ച് ഭാരതീയ ജനജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനം അത്ഭുതമാണ്, ആശ്ചര്യമാണ്. ഇത്തരം ഉദാഹരണങ്ങൾ ഭൂമുഖത്ത് വേറെ ലഭ്യമല്ല തന്നെ. രാമായണവും മഹാഭാരതവും കോടാനുകോടി ജനങ്ങളുടെ സംസ്കാരവുമായി അഥവാ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അത് ഓർക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് അവതാര ദൗത്യ നിർവഹണത്തോടൊപ്പം രണ്ട് ഇതിഹാസങ്ങളിലും അതിപ്രധാനമങ്ങ് നിർവഹിച്ച രണ്ട് വ്യക്തിത്വങ്ങളുടെ ഉടമകളായ ലക്ഷ്മണ രാജകുമാരനും അർജുന രാജകുമാരനും കൂടുതൽ ആദരണീയരാകുന്നു. നമുക്കറിയാം, പ്രപഞ്ചം, ഈശ്വര പ്രതിഭാസം, മനുഷ്യജീവിതം എന്നിവ സംബന്ധിച്ചെല്ലാം നമ്മുടെ പൂർവികരായ ഋഷീശ്വരന്മാരുടെ തത്വശാസ്ത്രപരമായ കണ്ടെത്തലുകളാണെന്ന്. ഗീതോപനിഷത്തുകളിലും ഇതിഹാസ പുരാണങ്ങളിലും ഉൾപ്പെട്ട ഭാരതീയ ദർശനങ്ങളായി അറിയപ്പെട്ടത് ഭാരതീയ ചിന്താപദ്ധതിയുടെ ഏറ്റവും ഒടുവിലത്തെ, ഏറ്റവും വികസിച്ച രൂപമാണ് ഭഗവത്ഗീത. ഒരു യുഗം മുമ്പ് ഉണ്ടായിരുന്ന കരുതപ്പെടുന്ന രാമായണ കാലഘട്ടത്തിൽ ഭാരതീയ ചിന്താപദ്ധതികൾ ദ്വാപരയുഗത്തിലെ ഭഗവത്ഗീതയുടെയും അത്ര വികസിച്ചിരിക്കാനിടയില്ലെങ്കിലും ത്രേതായുഗ കാലഘട്ടത്തിലേതെന്ന് നാം കരുതുന്ന രാമായണം എന്ന ആദ്യ കാവ്യത്തിലെ തത്വശാസ്ത്രപരമായ നിഗമനങ്ങളും അവയെ സംബന്ധിച്ച പരാമർശങ്ങളും തമ്മിൽ വളരെ അടുത്ത സാമ്യവും സാദൃശ്യവും കാണിക്കുമ്പോൾ ശിഷ്യ പരമ്പരയാ ഉരുത്തിരിഞ്ഞു വന്ന ഭാരതീയ ചിന്താപദ്ധതിയുടെ ആഴവും മഹത്വവും നമ്മെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും. ഭഗവത്ഗീതയും ലക്ഷ്മണോപദേശവും വിശദമായി താരതമ്യ പഠനം നടത്താൻ ലേഖന ദൈർഘ്യം ഭയന്നിവിടെ മുതിരുന്നില്ല. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പരിശോധിക്കാമെന്ന് മാത്രം. അഭിഷേക വിഘ്നത്തെ തുടർന്ന് കോപിഷ്ഠനായ ലക്ഷ്മണ രാജകുമാരനോടുള്ള ശ്രീരാമചന്ദ്രന്റെ തത്വശാസ്ത്രപരമായ ഉപദേശം അധ്യാത്മ രാമായണത്തിൽ എഴുത്തച്ഛൻ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: വത്സാ സൗമിത്രേ കുമാരാ, നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. ദൃശ്യമായുള്ള ഒരു രാജദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തമതല്ലാകിലെന്തതിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സോർക്ക നീ. വന്യസന്തപ്തലോഹസ്താംബു ബിന്ദുനാ സന്നിധം മർത്യജന്മം ക്ഷണഭംഗുരം ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥകളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ. ലക്ഷ്മി മസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ, യൗവനവും പുനരധ്രുവം സ്വപ്ന സമാനം കളത്ര സുഖം നൃണാമൽപമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. അങ്ങനെയാണ് ശ്രീരാമചന്ദ്രൻ അനുജനായ ലക്ഷ്മണനെ ഉപദേശിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട്. പിന്നീടോ ഇഷ്ടാനിഷ്ടപ്രാപ്തി കുതുല്യഭാവത്തോട് സന്തുഷ്ടനായി വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കേണം. സർവത്ര പരിപൂർണനാത്മാവുചിതാനന്ദൻ സർവസത്വാന്തർഗതൻ അപരിച്ഛേദ്യനല്ലോ. പിന്നെന്താ? മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖയോ
അകമാപൈനോ നിത്യസ്താം തിതിക്ഷസ്വ ഭാരത. അർജുനന് പറഞ്ഞു കൊടുക്കുന്നതാണിത് ഭഗവത്ഗീത. അർജുന, ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളോടുള്ള സംബന്ധമാണ് ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം എന്നിവയുടെ അനുഭവം ഉണ്ടാക്കുന്നത്. അവ വന്നും പോയും ഇരിക്കുന്നവയുമാണ്, അനിത്യങ്ങളുമാണ്. അവയെ സഹിക്കുക. നൈനം ഛിന്നന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ. ആത്മാവിനെ ആയുധങ്ങൾ പിളർക്കുന്നില്ല, അഗ്നി ദഹിപ്പിക്കുന്നില്ല, വെള്ളം കുതിർക്കുന്നില്ല, കാറ്റ് ഉണക്കുന്നുമില്ല. അർജുന, ലക്ഷ്മണോപദേശത്തിലെ 2 പദ്യങ്ങൾക്ക് ഗീത 2-ാം അധ്യായത്തിലെ 2 പദ്യങ്ങൾ ഉദാഹരണമായി രേഖപ്പെടുത്തി എന്ന് മാത്രം. ഉപനിഷത്തുക്കൾ ശാസ്ത്രമാണ്. ശാസ്ത്രത്തെ പ്രായോഗിക ശാസ്ത്രമാക്കുക. കർമ്മഭക്തി ജ്ഞാനയോഗങ്ങളാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിർവഹിച്ചിട്ടുള്ളത്. ഏതാണ്? പാർത്ഥോ വത്സ സുധീർ ഭോക്ത എന്ന് ഗീതാ വന്ദന ശ്ലോകം പറഞ്ഞതുപോലെ അർജുനനായ പശുക്കിടാവ് അകിടിൽ മുട്ടിയപ്പോൾ ചുരത്തിയ ഗീതാമൃതമാകുന്ന പാല് ലോകമെമ്പാടുമുള്ള ബുദ്ധിജീവികളായ ഭോക്താക്കൾക്ക് ലഭിച്ചു എന്ന് വേണം പറയാൻ. മറ്റെല്ലാ തത്വശാസ്ത്രങ്ങളും മതപരമായ പ്രമാണ ഗ്രന്ഥങ്ങളും പ്രത്യേകിച്ച് ഖുറാൻ, ബൈബിൾ എന്നിവയെല്ലാം ഉത്ഭവിക്കുന്നതിന് എത്രയോ കാലം മുമ്പ് ഉത്ഭവിച്ച ശ്രീമദ് ഭഗവത്ഗീത ശാസ്ത്രങ്ങളുടെ ശാസ്ത്രമാണ്. വെറും ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പോരാ, ശാസ്ത്രത്തിന്റെയും ശാസ്ത്രമാണ് ഭഗവത്ഗീത. മനുഷ്യരാശിക്ക് ലഭിച്ച ഏറ്റവും വലിയ അറിവുകൾ അതിലാണുള്ളതെന്നതാണ് ഭഗവത്ഗീതയുടെ പ്രത്യേകതയും. കുടുംബം, കുടുംബ ബന്ധങ്ങൾ, പിതൃപുത്ര ഭാര്യ ഭർത്തൃബന്ധം എന്നിവയെല്ലാം തന്നെ തത്വത്തിലും പ്രയോഗത്തിലും ലോക ജനതയ്ക്ക് സംഭാവന നൽകിയത് രാമായണമാണ്. ജനജീവിതത്തെ ഇത്ര കണ്ട് സ്വാധീനിച്ച മറ്റൊരു പ്രമാണ ഗ്രന്ഥം ഭൂമുഖത്ത് വേറെ ലഭ്യമല്ല എന്നതാണ് രാമായണത്തിന്റെ പ്രത്യേകത. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാമടവീം വിദ്ധി ഗച്ഛതാത യഥാ സുഖം. അങ്ങനെയാണ് സുമിത്രാ മാതാവ് ലക്ഷ്മണകുമാർ സ്വന്തം മകനായ ലക്ഷ്മണനെ ഉപദേശിക്കുന്നത്. അയോധ്യ ആണ് എന്ന് കാടിനെ, അടവീന അയോധ്യയായിട്ട് കരുതണം. ഞാനായിട്ട് ജനകാത്മജ സീതാദേവി ഞാനായിട്ട് കരുതണം, ഏട്ടനെ അച്ഛനായിട്ട് കരുതണം. എന്നിട്ട് നീ സുഖമായിട്ട് പോയിട്ട് വരൂ മകനെ എന്നാണ് പറയുന്നത്. രാമൻ നിനക്ക് ദശരഥനാണ്, സീത നിന്റെ അമ്മയാണ്, അടവി നിനക്ക് അയോധ്യയാണ് മകനെ. ഈ ചിന്തയോടുകൂടി നീ ആഗ്രഹനെ അനുഗമിച്ചു മാതാവ് പറയും. അങ്ങനെ രാമായണത്തെയും രാമായണ സംസ്കാരം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ജനകോടികളെയും ധന്യമാക്കുന്ന മഹത്തായ ഉപദേശം അവയുടെ അനശ്വരത മാത്രമല്ല പവിത്രതയും വെളിവാക്കുന്നു. അത്ര മനോഹരമാണ് ഈ രാമായണം. അതുപോലെ തന്നെ ഭഗവത്ഗീതയും നമുക്ക് എന്നും പഠിച്ച് പ്രതിഷ്ഠമാക്കി അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരേണ്ട 2 മഹാഗ്രന്ഥങ്ങളാണ് നമ്മുടെ രാമായണവും അതുപോലെ തന്നെ മഹാഭാരതവും. മഹാഭാരതത്തിലെ ഭഗവത്ഗീതയും എന്ന് വേണം പറയാൻ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഹനുമാൻ സ്വാമിയുടെ കഥയാണ് പറയാനുള്ളത്. നമുക്ക് നാളെ പറയാം. കുറച്ച് പറയുമ്പോ കേൾക്കുന്നവർക്ക് ഒരു സുഖം ഉണ്ടാവുള്ളൂ. നാളെ പറയാ. ചെറിയൊരു കഥ. അത് ഭഗവാന്റെ പാദപത്മങ്ങള് ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെയും എന്റെ പൊന്നുണ്ണിക്കണ്ണന്റെയും 2 പേരുടെയും മഹത്തായ ഉപദേശങ്ങളാണല്ലോ. അതുകൊണ്ട് 2 പേരുടെയും പാദപത്മങ്ങളെ സമർപ്പിച്ച് നമുക്ക് കായേന വാച മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.